ഇവിടെ തുടങ്ങുകയാണ് നമ്മളുടെ പ്രഹസനം. ചത്തുപോയ നിന്റെ ചേട്ടൻ ചെകുത്തല്ലാത്തതല്ല, അവന്റെ അപ്പൻ ലൂസിഫർ മാത്രം വന്നാലും പാപ്പൻ കപ്പും കൊണ്ടേ പോവത്തുള്ളൂ. ഹേ ഗായ്സ്, അപ്പോൾ ഓണത്തിൻ്റെ സെക്കൻഡ് ഡേ ആണ്. അപ്പോൾ ഇന്നത്തെ പ്രോഗ്രാം എന്തെന്നൊക്കെ നിങ്ങൾ പോയി കണ്ടിട്ട് വാ. അപ്പോഴേക്കും നിങ്ങൾ കാണുന്ന ഈ ഒരു വീഡിയോ ഞാൻ എഡിറ്റ് ചെയ്ത് തീർക്കാം. ഓക്കെ. ബാബു ചിരിടാ. ഇതെന്താ അവന്റെ ചുണ്ടിരിക്കണ ചിരിടാ. ചിരിക്കടി. ചിരിക്കും. ഇപ്പൊ ചിരിക്കും. നീ ഇന്ന് മാറുന്നവരെ ചിരിക്കുന്നവരെ ഇവിടെ നിൽക്കും. ഇങ്ങനെ നീ ഒന്ന് ആലോചിക്കണം, യൂട്യൂബിൽ ഇങ്ങനെ നീ നിൽക്കണത്. പെട്ടെന്ന് ചിരി. ആ ഒരു ബക്കറ്റിന് വേണ്ടിട്ട് വെറുതെ ചിരിക്കടി. ചിരി. ചുണ്ട് കറക്കണേ. ആണ് കോമഡി. ഇപ്പൊ നിക്കണാണ് പൊട്ടി 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 ചിരിച്ച് ചിരിച്ച് ചിരിയടാ. ഒരുപാട് നീ ഒന്ന് പിണങ്ങിക്കണ ഏടാ. എന്ത് കലിപ്പാ. എടാ ജാനിയാണെങ്കി ഞാനെങ്കി എന്തോക്കളെ വിഷമം. ചോറ് കഴിച്ചില്ലേ? അതേപോലെ അടുത്തോട്ടേക്ക് വെച്ചു. കണ്ണടച്ചാരി നിക്കല്ലേ. എല്ലാം പറയാം. എന്തേലും പറ. വല്ലം പറയടി. തലമുക്കേണ്ടതാണ് എല്ലാം ഔട്ടാക്കും. ചുണ്ടണങ്ങി ആടാ. ഇതെന്തരടാ ഇത്? എടി ഇത് നിന്റെ ഫോട്ടോയാണ്, ഒന്ന് ആലോചിക്കണ. എടേ നമുക്ക് വിശക്കാണ്, സദ്യ കഴിക്കാൻ പോണോ? ആർക്ക് വേണം? ഫസ്റ്റ് പറയുന്ന ആളിന് ഫസ്റ്റ് വരാം. ഫസ്റ്റ് ആരാണോ പറയണത് അയാൾക്ക് ഫസ്റ്റ്. ആർക്ക് വേണം? ഗൈസ്, അങ്ങനെ സ്റ്റാച്യു ചലഞ്ചിൽ 2 പേർക്കും ഫസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. ഇത് മത്സരത്തിന് വെച്ചേക്കണേണ്. എന്താണ് ബിസ്ക്കറ്റ് അല്ല മാറി കഴിക്കണോ? ഇന്ന് വീട്ടിലാണ് സദ്യ. നോൺ വെജ് ഒക്കെ ആവാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഫിഷ് ഫ്രൈ ഒക്കെ എടുത്തിട്ടുണ്ട്. നല്ല ചൂര ഫ്രൈ. അപ്പോൾ ഇന്നത്തെ സദ്യ കഴിക്കാൻ ഞാനും പിള്ളേരായിട്ടൊക്കെ പോവാണ്. വാച്ചിപ്പ് കഴിക്കണല്ല, ഒരുമിച്ച് കഴിക്കാം. എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. പിന്നെ ഒരുമിച്ച് കഴിക്കാം. പിന്നെ കുറച്ചുകൂടെ എടി, ഇത്തുകൂടെ കഴിയടി. ഇത്ര മതിയാ? ഇത്ര മതി എനക്ക്. ഇതെന്തൊരു കുഞ്ഞ് കറിയുള്ള കുഞ്ഞു ആവി. എൻ്റെ ഫേവറേറ്റ് ഒഴിച്ചുകൂട്ടാനുണ്ട്, പരിപ്പ് കറിയുണ്ട്, അവിയലുണ്ട്, കിച്ചടിയുണ്ട്, നാരങ്ങ അച്ചാറുണ്ട്, മാങ്ങ അച്ചാറുണ്ട്, സാമ്പാറുണ്ട്, പപ്പടമുണ്ട്, ചോറ് വിളമ്പുന്ന ഒരു കിഴങ്ങുണ്ട്. വിളമ്പ് അതിലൊന്നും ഇടല്, നോക്കിയിടണം. ഇരിഞ്ഞു മതിയോ? കഴിക്കണം. പിന്നെ അങ്ങോട്ട് കഴി പറ്റുന്നു. ഇത്ര ചോറ് മതിയാ? പൊരിച്ച മീൻ
അത് വാച്ചി വേണ്ടെന്ന്. പൊരിച്ച മീൻ കഴിക്കണ്ട. ഹായ് പൊരിച്ച മീൻ. എനിക്ക് പൊരിച്ച മീൻ കിട്ടിയേ. പിന്നെ ഞാൻ കുഞ്ഞല്ലേ, കഴിയിരി. മതി മതി. ഇനി കുറച്ച് പരിപ്പ് ഇവിടെ ഒഴി. ഒഴിച്ചോ. ഓക്കെ, കുറച്ച് പപ്പടം. ഈ പപ്പടം എടുത്ത് എൻ്റെ പൊന്ന് ചേച്ചി ഒന്നും മിണ്ടായിരിക്കും, വീഡിയോ എടുക്കണേണ്. വേണ്ട, കുറച്ച് പപ്പടം, കുറച്ച് പരിപ്പ്, കുറച്ച് അവിയലെടുക്കുക, കുറച്ച് തോരൻ. എന്നിട്ട് കഴിച്ചോക്കാം. എന്നാ ചോറിട്ട് കഴിയാം. മീൻ വേണ്ടാത്ത പാറ മീൻ കഴിക്കുന്നോ? ഫിഷ് ഫ്രൈ ഒരു രക്ഷയിലോട്ട് അടിപൊളി അടിപൊളി. ആരാണ് വേണ്ടെന്ന് പറഞ്ഞ? അമ്മ അടിപൊളി സദ്യ ആയിരുന്നു കേട്ടാ, സൂപ്പറായിരുന്നു. അടിപൊളി അടിപൊളി. സദ്യ ഇഷ്ടപ്പെടാടായി? പാറ ഇഷ്ടപ്പെട്ടാ? ഇവള് ഫുള്ളായി പോവേണ്. ഇനി പായസം കുടിക്കണല്ലേ? ഓ വേണ്ടി പായസം വേണ്ടേ? അടിപൊളി പായസം. നീ സദ്യ കഴിക്കി വന്നാ? എങ്ങനെയുണ്ട് സദ്യ? എങ്ങനെയുണ്ട്? ഹലോ. ഓക്കെ, അപ്പൊ ചേച്ചി കാല് വരാനായിട്ട് സദ്യ കഴിക്കാനായിട്ട് അമ്മയുടെ കടയിൽ വന്നിട്ട് കഴിക്കുകയാണ്. ഓക്കെ, കഴിച്ചോ പാറ, കഴിച്ചോ. പൊന്നോണത്തിന് പൂമുറ്റത്ത് പൂക്കൾ വിരിഞ്ഞു ചിരിക്കുന്നു. പൊന്നോണത്തിന് പൂമുറ്റത്ത് പൂക്കൾ വിരിഞ്ഞു ചിരിക്കുന്നു. തുമ്പയെ മുല്ലേ പിച്ചിയും പിച്ചി കട്ടെത്താൻ രസിക്കുന്നു. പാട്ട് പാടിയ ഒരു മുട്ടായാ? ഇനി പാടുകയാണെങ്കിൽ അടുത്ത മുട്ടായി. നീ എന്തിനാണ് പാടാതാ? എടി കാണുന്നവർക്ക് മുട്ടായാടായി. അപ്പൊ എനിക്കൂടെ വേണേ? എനിക്കും വേണം. കൈ കൊണ്ട് ചെയ്യാൻ പാടില്ല. മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ബാ തുറന്ന് ഷാജി ഫസ്റ്റിലേ പുറത്തായി. ഓക്കെ, മത്സരം ആരംഭിച്ചിരിക്കും. ബാ അടച്ചു വെച്ചിട്ട് കാര്യമല്ല. ഷാജി പുറത്തായി. ഷാജിയും പുറത്തായി. അടുത്ത രതീഷ്, ദിലീപ്, ബിജു. അവിടെ തന്നെ ഇരുന്ന എറമ്പ് കയറും. ആദ്യം പോയി എക്സ്പ്രഷൻ നോക്കിക്കൊള്ളേ. അതൊന്നും വീഡിയോ എടുത്ത് വെക്കാൻ കൊള്ളായിരുന്നു. പറയുള്ളൂ അടുത്ത ബിജു നോക്കിക്കൊള്ളേ. കട്ടി വീശാണ്. നാക്കൊണ്ട് ചിറ്റ് ഇഞ്ഞ് പിടിച്ചോ. നീളമുണ്ടോ? വേണ്ട, നാക്ക് അത് തന്നെ ഇറങ്ങി വർക്ക് എക്സ്പ്രഷൻ പിടിച്ചു വെച്ചോളെ. അല്ലെങ്കിൽ ഇതൊക്കെ നമ്മൾ വിടുന്ന കേൾപ്പല്ല. എക്സ്പ്രഷൻ അത്രയ്ക്കുണ്ട്. ബിജു അതിനാ വീശല് തട്ടി ചാട്. ഓ വീശല് തട്ടി അടുത്ത് പോകുന്നു. നാക്കടെ ചിറ്റിപ്പടി തന്നെ സമയെടുത്തെങ്കിലും നല്ല കഷ്ടപ്പെട്ട് മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ബിജു കയറിക്കൊണ്ടിരിക്കുന്നു. ബിജു ഔട്ടായി. മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ഫൈനൽ റൗണ്ട്. പതുക്കെ പോയാണ് പ്രൈസ് വേണ്ടത്. കൃഷ്ണന്മാർക്കാണ് പ്രൈസ്. മത്സരം ആരംഭിച്ചിരിക്കുകയാണ്. ഒരാളെ പുറത്തായി. പതുക്കല്ലേ അണയല്ലേ
അണയല്ലേ അണയല്ലേ, ഓടിക്കോ ഓടിക്കോ, പയ്യപ്പോ. അണഞ്ഞ ഇനി രണ്ടുപേരെ ഒന്നും കൂടെ നിർത്താം. അണയല്ലേ, കൈയടിച്ചോടെ കൈയടിച്ചോടെ കൈയടിച്ചോടെ. അണയല്ലേ അണയല്ലേ, ഉണ്ണിക്കുട്ട പയ്യെ പോയാ മതി, അണയാതെ കൊണ്ടുപോകണം. ഭാഗം ആൺകുട്ടികളുടെ മെഴുകുതിരി കത്തിച്ചുകൊണ്ടോട്ട മത്സരമാണ് നടക്കുന്നത്. ഓയ് അരുൺ ഔട്ടായിരിക്കുന്നു. ഓടിക്കോ 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 ഓടിക്കോ. ഓ ജിത്തു, സെക്കൻഡ് ഉണ്ട്, പയ്യെ പോയാ മതി. ഓടിക്കോ, അണയല്ലേ അണയല്ലേ, ഓടിക്കോ. ഇനി ഫോട്ടോ പിരിച്ചാണ്, ഓടിക്കോ. ഓടിക്കോ. ഫൈനലുണ്ട്, പ്രിയങ്ക, കാവ്യ, അനു. ഓടിക്കോ. സെക്കൻഡ്. കൈയടിച്ചോടെ കൈയടിച്ചോടെ. അത്യന്തം ആവേശകരമായ മത്സരമാണ്, അത്യന്തം ആവേശകരമായ മത്സരമാണ്, അത്യന്തം എല്ലാരും അവിടെ നിന്ന് മാറി നിന്ന് കൊടുക്കണം, ദൂരേക്ക് നടക്കാം. ഈ മത്സരം കണ്ടാസ്വദിക്കുവാൻ ഈ നാട്ടിലെ എല്ലാ നല്ലവരായ നാട്ടുകാരെയും ഞങ്ങൾ മാങ്കുഴി ജംഗ്ഷനിലേക്ക് സഹർഷം സ്വാഗതം ചെയ്തു കൊള്ളുകയാണ്. മുഖം കഴിവണ്, തുടയ്ക്കാൻ അനുവദിക്കരുത്. റഫറിമാര് നോക്കി നല്ലതുപോലെ മുഖം കഴിവണം. റെഡി? അതെ, അത്യന്തം രസകരമായ മത്സരമാണ് ആരംഭിച്ചിരിക്കുന്നത്. കൈയടിച്ചോടെ ആരോമല അവിടെ നിന്ന് മാറിയുന്നോടെ, എല്ലാരും കാണട്ടെ. മാറിയുന്നോടെ. ഫസ്റ്റിലെ കടിച്ചെടുത്ത പ്രിയ കടിച്ചെടുത്തോ. ഇനി സെക്കൻഡിന് വേണ്ടിയുള്ള മത്സരമാണ്, സെക്കൻഡിന് വേണ്ടിയുള്ള. കൈയടിച്ചോടെ കൈ കൊണ്ട് തുടയ്ക്കാൻ പാടില്ല. ആര്? ഗോവു. രസകരമായ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൈയടിച്ചു കൊടുക്കണം. ആ കോയിൻ കടിച്ചെടുക്കുന്ന ദേവപ്രിയയുടെ അതിശ്രമകരമായ മത്സരമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൈയടിച്ചോടെ സൈഡിലോട്ട് മാറി നിന്ന് കൊടുക്ക, എല്ലാവർക്കും കാണണം. അനിക കടിച്ചെടുത്തു. ഫസ്റ്റ് കൊച്ചി ജിത്തു. അടുത്ത ആര്? അർജുൻ. കൊച്ചി ജിത്തു, അർജുൻ. ഫസ്റ്റ് പ്രിയ കഴിഞ്ഞാൽ അനഘ, ദേവിക. പ്രിയങ്ക കഴിഞ്ഞാൽ ഗോപു. അടുത്തടുത്ത് പ്രിയങ്ക എന്ത് വില കൊടുത്തും കടമടിക്കും ഒരു പ്രൈസ് വീട്ടിലേക്ക് കൊണ്ടുവരുമെന്നാണ് പ്രിയങ്ക പറയുന്നത്. ഉറപ്പായിട്ടടിച്ചിരിക്കാം. ആരെ ഒന്നും പറഞ്ഞു കൊടുക്കല്ലേ. അപ്പൂപ്പനൊക്കെ അവിടെ നിന്നാതെ ഒന്നും മിണ്ടരുത്. കേശു അങ്ങനെ കലടിക്കാൻ കഴിയാതെ കേശു അങ്ങനെ ഉണ്ണിക്കുട്ടൻ അങ്ങനെ ചുവടുകൾ വെച്ച് വരികയാണ്. ഉണ്ണിക്കുട്ടനെ തോനെ ദൂരം നടക്കാനൊന്നും എനിക്ക് വയ്യ. ചുവടെ വെച്ചാണ്ടത് കലമടിക്കാൻ വേണ്ടി കൈയടിച്ചോട്. നമ്മുടെ ഏറ്റവും
കൈയടിച്ചോടെ 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 ആ പോണ പോക്ക് വേണ്ട പുറത്തേക്ക് 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 അടിക്കും 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 ഉറപ്പാക്കി അടിക്കും ഉറപ്പാക്കി അടിക്കും ആ അടുത്ത് ചുവട് കറക്റ്റ് ആയിരുന്നു കറക്റ്റ് അളവായിരുന്നു പക്ഷേ അറിവാണ് അതിന് പല അളവ് ആ പോണ പോക്ക് വേണ്ട ആ പോണ പോ അശ്വിൻ പോണത് സിമിയ നേരത്തെ നോക്കി വെച്ചിരുന്നതാണ് ഉറപ്പായിട്ടും സിമിയ ഞാൻ നേരത്തെ നോക്കി വെച്ചതാണ് ഒരെണ്ണം കൊടുക്കാൻ തലമണ്ടേക്ക് അടിച്ചു നോക്കിക്കും മാറിയെന്നോരെ മാറിയെന്നോ ആരും ഒന്നും പറയല്ലേ 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 പല അടവ് വേണം പല അടവ് വേണം പറഞ്ഞില്ലേ പല അടവ് വേണം പല അടവ് ആരും ഒന്നും പറയല്ലേ ആരും ഒന്നും പറയല്ലേ ആരും ഒന്നും പറഞ്ഞു കൊടുക്കല്ലേ ആ പലതി ചവിട്ടരുത് ആ ശരിക്കും പറഞ്ഞ